വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് KB ഗണേഷ് കുമാറിനെ കുറിച്ചാണ്. രാഷ്ട്രീയത്തിലെ ഒറ്റക്കൊമ്പനാണ് KB ഗണേഷ് കുമാർ. കേരള രാഷ്ട്രീയത്തിലും മലയാള സിനിമയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് KB ഗണേഷ് കുമാർ. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. 60-ാം വയസ്സിലേക്ക് ഷഷ്ടിപൂർത്തിയിലേക്ക് പ്രവേശിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഒരു വിലയിരുത്തലിന് വിധേയമാകുമ്പോൾ അത് ഒരു സാധാരണ രാഷ്ട്രീയ കഥയല്ലെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. സിനിമയിലെ തുടക്കം എങ്ങനെയാണെന്ന് നോക്കാം. സിനിമയിലെ തുടക്കവും ജനഹൃദയങ്ങളിലേക്കുള്ള വഴിയെയും കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. 1985 പുറത്തിറങ്ങിയ ഇരകൾ എന്ന ചിത്രത്തിലൂടെയാണ് ഗണേഷ് കുമാറിന്റെ സിനിമ അരങ്ങേറ്റം. പിന്നീട് മണിച്ചിത്രത്താഴ്, ചെപ്പ് തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. നായകതാരത്തിന്റെ മഹത്വമില്ലാതെ സഹനടനായിട്ടും ശക്തമായ അഭിനയശേഷിയിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ നടനായിരുന്നു KB ഗണേഷ് കുമാർ. സിനിമയിലെ ജനപ്രീതി രാഷ്ട്രീയത്തിലേക്ക് പകർത്തിയതല്ല അദ്ദേഹത്തിന്റെ വിജയം, മറിച്ച് ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ശൈലിയും പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാനുള്ള ശ്രമവുമാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ ഉറപ്പിച്ചു നിർത്തിയത്. പാരമ്പര്യത്തിൽ നിന്ന് വ്യക്തിത്വത്തിലേക്ക്. പിതാവ് R ബാലകൃഷ്ണപിള്ള കേരള രാഷ്ട്രീയത്തിലെ ശക്തനായ നേതാവായിരുന്നു. എന്നാൽ പിതാവിന്റെ പേരിൽ മാത്രം നിലനിൽക്കാൻ ഗണേഷ് ശ്രമിച്ചില്ല. 2001 പത്തനാപുരത്ത് നിന്ന് ആദ്യമായി വിജയിച്ച അദ്ദേഹം തുടർച്ചയായി 5 തവണ നിയമസഭയിലെത്തി. 25 വർഷമായി MLA ആയി തുടരുകയും 3 തവണ മന്ത്രിയായും പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹം UDF, LDF മുന്നണികളിൽ സ്ഥാനമേറ്റ അപൂർവ രാഷ്ട്രീയ നേതാവാണ്. ഗതാഗതം, വനം, കായികം തുടങ്ങിയ വകുപ്പുകളിൽ നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തിന് മികച്ച ഭരണാധികാരി എന്ന വിശേഷണം നൽകുകയും ചെയ്തു. 60-ാം വയസ്സിലെ രാഷ്ട്രീയ പക്വതയെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം കടന്നുപോയി 60-ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ ഗണേഷ് കുമാർ കൂടുതൽ പക്വനായ രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയതായി നമുക്ക് കാണാം. യുവാവായിരിക്കെ മന്ത്രിസ്ഥാനം വഹിച്ച വ്യക്തി ഇന്ന് പരിചയസമ്പന്നനായ നേതാവായി മാറിയിരിക്കുകയാണ്. ഷഷ്ടിപൂർത്തി എന്നത് ഒരു പ്രായപരിധി മാത്രമല്ല, അനുഭവങ്ങളുടെ സമാഹാരവും ആത്മവിശ്വാസത്തിന്റെ ഉച്ചകോടിയുമാണ്. ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം അതിന് തെളിവാണ്. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. രാഷ്ട്രീയം അവസാനിച്ച ശേഷം വിജിലൻസിനെ ഭയന്ന് ജീവിക്കേണ്ടി വരരുത് എന്ന അദ്ദേഹത്തിന്റെ നിലപാട് ഏറെ ശ്രദ്ധേയമാണ്. അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടും അഴിമതിയുടെ കറപിടിക്കാത്ത നേതാവെന്ന വിശേഷണം അദ്ദേഹത്തെ വേറിട്ടു നിർത്തുന്നു. വിമർശകർക്ക് പോലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സത്യസന്ധത ചോദ്യം ചെയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്നാൽ പല വിവാദങ്ങളെയും തിരിച്ചടികളും ഉണ്ട് താനും. വിവാദങ്ങളും തിരിച്ചടികളും. വ്യക്തിജീവിതത്തിലെ ചില പ്രതിസന്ധികൾ അദ്ദേഹത്തെ ബാധിച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല. വിമർശനങ്ങളെ നേരിട്ട് രാജിവെക്കേണ്ടി വന്ന ഘട്ടങ്ങളിലും വാക്ക് പാലിച്ച് നിലകൊണ്ട രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു KB ഗണേഷ് കുമാർ. പിന്നീട് ജീവിത പങ്കാളിയായ ബിന്ദുവിന്റെ പിന്തുണ അദ്ദേഹത്തിന് ആത്മബലവും നൽകി. മനുഷ്യസ്നേഹവും ആത്മീയതയും കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ജനങ്ങളോട് അടുത്തു നിൽക്കുന്ന ശൈലി, സഹായഹസ്തം നീട്ടുന്ന മനസ്സ്, സഹജീവികളോടുള്ള കരുതൽ, ഇവയാണ് ഗണേഷ് കുമാറിന്റെ പ്രത്യേകത. സമീപകാലത്ത് തന്റെ ജീവിതത്തിലെ ആത്മീയ മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം അദ്ദേഹത്തിന് ആത്മസംയമനവും ശാന്തിയും നൽകിയതായി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഒറ്റക്കൊമ്പൻ എന്ന വിശേഷണം ലഭിച്ചത് എങ്ങനെയെന്ന് നോക്കാം. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം തുറന്നു പറയുന്ന ശൈലി പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിവെച്ചെങ്കിലും അതാണ് അദ്ദേഹത്തിന്റെ ശക്തി. നയപരമായ മൗനം പാലിക്കാതെ അനീതി കണ്ടാൽ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റക്കൊമ്പൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. സിനിമയിലെ സഹനടനായി ആരംഭിച്ച് കേരള രാഷ്ട്രീയത്തിലെ ശക്തനായ മന്ത്രിയായി വളർന്ന ജീവിതമാണ് KB ഗണേഷ് കുമാറിൻ്റേത്. 25 വർഷത്തെ നിയമസഭാ പ്രവർത്തനവും 3 മന്ത്രിസ്ഥാനങ്ങളും പൂർത്തിയാക്കി 60-ാം വയസ്സിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം ഇന്നും ജനഹൃദയങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ശത്രുക്കൾ വളഞ്ഞിട്ടും തകരാതെ നിന്ന, പ്രായം 60-ലേക്ക് എത്തിയിട്ടും രാഷ്ട്രീയ ജാഗ്രത കൈവിടാത്ത നേതാവ് KB ഗണേഷ് കുമാർ, കേരള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ ഒറ്റക്കൊമ്പൻ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.